ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഫാദറും ഭാര്യയും തമ്മിലുണ്ടായ ഒരു വലിയ സംഘട്ടനം അല്ലേ, പരസ്പരം തലക്കടിച്ച് അത് ഭയങ്കര ചർച്ചയായിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഒരുപാട് ആളുകളുടെ മുമ്പിൽ ഭർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഭാര്യയുടെ സ്നേഹത്തെക്കുറിച്ചും വാദോരാതെ സംസാരിച്ചവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇതൊക്കെയല്ലേ നിങ്ങൾ എന്നുള്ളത്. സത്യത്തിൽ ഒരാളത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും അങ്ങനെ കാണാൻ പാടില്ല. കാരണം എന്തുകൊണ്ടെന്നറിയാവോ, അവർക്ക് ഇതിൻ്റെ ബേസിക് സൈക്കോളജി ഒരു പക്ഷേ എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. കാരണം സൈക്കോളജിക്കലി നമ്മളൊക്കെ എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പറയുന്നൊരു വാക്കുണ്ട്, ദർ വിൽ ബി എൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നുള്ളത്. അത് റിയലാണ്. കാരണം ഞാൻ ഡിഫറൻ്റാണ്, എൻ്റെ ഭാര്യ ഡിഫറൻ്റാണ്, എൻ്റെ മക്കൾ ഡിഫറൻ്റാണ്, എല്ലാവരും ഓരോ ഇൻഡിവിജ്വലാണ്. അപ്പം ഒരു ഇൻഡിവിജ്വലിന് അവരുടേതായിരിക്കുന്ന സ്വഭാവമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ഭാര്യയുടെ സ്വഭാവങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇമോഷൻസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അംഗീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഭാര്യയെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും പറ്റും. അതേപോലെ ഭാര്യയ്ക്ക് എൻ്റെ സ്വഭാവങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി എൻ്റെ ഇമോഷൻസൊക്കെ തിരിച്ചറിഞ്ഞ് എന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് രണ്ടുപേരും വന്നു കഴിഞ്ഞാലോ ഒരു പ്രശ്നവും ലൈഫിൽ ഉണ്ടാവില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും മനസ്സിലാക്കിയിട്ട് അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇയാളെ ഞാൻ സഹിക്കുകയാണ്, ഇതിങ്ങനെയാണ് എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാലോ കഥ കഴിഞ്ഞു. മാത്രമല്ല ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. മാത്രമല്ല ഈ രണ്ട് ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലും ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, ഞാനാണ് ടോപ്പ്, ഞാനാണ് ഉഷാർ എന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലോ പിന്നെ ഒരു രക്ഷയില്ല. അവിടെ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ലൈഫ് ഭംഗിയായിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അത് മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ആരാണെങ്കിലും ആദ്യം അതാണ് നമ്മൾ ചെയ്തെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം.